ടേസ്റ്റിയിലേക്ക് എല്ലാവരെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തപ്പൂ തോരനാണ്. അതിനായി ഇതാ ഇവിടെ മത്തപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നീളത്തിൽ കുറച്ചധികം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യമായ വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ഈ സിമ്പിളായിട്ട് മത്തപ്പൂ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം. നമുക്ക് ആദ്യമേ തന്നെ ഈ മത്തപ്പൂ വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് ഇതൊന്ന് നെടുകപ്പിളന്ന് ഇതിനകത്ത് വല്ല ഉറുമ്പോ മറ്റോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ട് ഈ മത്തപ്പൂ നമുക്ക് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു ഒരുക്കമെന്ന് വെച്ചാൽ ഈ തേങ്ങ, ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കി വെക്കണം. ഇത്രയായാൽ നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാവുന്നതാണ്. നമ്മുടെ മത്തപ്പൂ ഇവിടെ നല്ലവണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ നല്ലവണ്ണം ഒതുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി തോരനുണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കടുക്, ഉള്ളി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഈ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മിക്സിയിലിട്ട് നല്ലവണ്ണം ഒതുക്കിയത്, വെള്ളം ചേർക്കാതെ ഒതുക്കിയത് ചേർക്കുന്നു. ഇതൊന്ന് മൂത്ത് ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് മത്തപ്പൂ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർക്കാം. നമുക്ക് മത്തപ്പൂ ആഡ് ചെയ്യാം. തീ ഈ സമയത്തൊന്ന് സിമ്മിലാക്കി വെച്ചേക്കുക. ഇപ്പോൾ ഇങ്ങനെ പാത്രം നിറഞ്ഞ് ഇരിക്കുമെങ്കിലും ചൂട് തട്ടി കഴിയുമ്പോഴത്തേക്കും ചീര പോലെ തന്നെയാണ് അതിൻ്റെ അതങ്ങ് അമങ്ങിപ്പോകും. ഇപ്പോൾ നമുക്കിത് ഇളക്കാനൊന്നും പറ്റില്ല, കാരണം നല്ല പാത്രം നിറഞ്ഞിരിക്കും. നമുക്കിതിങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം അമ്മങ്ങും. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഇളക്കി.